ഷഫീഖ്, അതായത് ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തിയ ചോദ്യം അത് തന്നെയായിരുന്നു. ഈ ലോറിയുടെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, അത് പുഴയിൽ നിന്ന് 5 മീറ്റർ അടിയിലാണ് എന്നുള്ള കാര്യമൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ അർജുൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു ആശങ്ക. പക്ഷെ ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അതിനകത്ത് ലോഹവസ്തുക്കൾ, അപ്പോൾ തന്നെ മനുഷ്യ ശരീരമൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം പരിശോധനകളും കൃത്യമായ ഒരു റിസൾട്ട് തന്നിട്ടില്ല ഇന്നലെ, അല്ലേ? പ്രതികൂലമായ സാഹചര്യത്തിൽ അത്തരം പരിശോധന രാത്രി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ തുടക്കം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പൂർത്തിയാക്കാൻ പ്രതികൂലമായ സാഹചര്യത്തിൽ സാധിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം രാത്രികാലങ്ങളിൽ അതിശക്തമായ മഴയാണ്. ഈ വൈകുന്നേരങ്ങളിലും പകൽ സമയത്തുമൊക്കെ ഉണ്ടാവുന്ന മഴ പോലെയല്ല രാത്രി ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ രാത്രികാലങ്ങളിൽ ആ പരിശോധന നടത്തുക എന്നത് കൂടുതൽ നല്ല റിസൾട്ട് ലഭ്യമാവും, കൃത്യതയുള്ള റിസൾട്ട് ലഭ്യമാവും എന്നതാണ് രാത്രി തെരഞ്ഞെടുക്കാനുള്ള കാരണം. പക്ഷേ അത് തുടരാനാവാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുവരെ നടത്തിയ ഡ്രോൺ പരിശോധനയുടെ റിസൾട്ട് അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാവും. ഏകദേശം ഒരു 10 മണിയോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഇവിടെ സ്ഥലം സന്ദർശിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അവർ ഉച്ചയോടുകൂടി ഇവിടെ എത്തും എന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ തന്നെ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് ഈ കണ്ടെത്തുന്നത് വരെയുള്ള തെരച്ചിൽ തുടരാൻ കർണാടകയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തും എന്നാണ്. അവരുടെ സന്ദർശനം ഒരുപക്ഷെ മന്ത്രിതലത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യമാക്കിയേക്കാം. അങ്ങനെ ഇപ്പോൾ നടക്കുന്നത് മനുഷ്യസാധ്യമായതെല്ലാം ജില്ലാ ഭരണകൂടവും ഉത്തരവാദപ്പെട്ട ഈ ഏജൻസികളും കരസേനയും നാവികസേനയും NDRFും SDRFും അടക്കമുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘങ്ങൾ പൂർണ്ണമായും അവരുടെ സാധ്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ നിർവഹിക്കുന്നുണ്ട്. മണ്ണുമാറ്റൽ സജീവമാണ്. അതോടൊപ്പം തന്നെ മറ്റു യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ സജീവമായി നടക്കുന്നു. പക്ഷേ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി പരിശോധന നടത്താൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതാണ് ഏറ്റവും വളരെ പെട്ടെന്ന് നടക്കേണ്ടുന്ന, ഈ ഘട്ടത്തിൽ അനിവാര്യമായി നടക്കേണ്ടുന്ന ഒരു കാര്യം. മുങ്ങൽ വിദഗ്ധരുടെ സേവനമാണ്. അതിന് സാധ്യമാവുന്നില്ല എന്നതാണ് ഈ ദൗത്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. അതുതന്നെയാണ് അനിശ്ചിതത്വവും. ഇനി കൂടുതൽ ദിവസത്തേക്ക് ഇത് നീളുമോ എന്ന ഒരു ആശങ്ക ഉണ്ടാക്കുന്നതും ഈ അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണ്. അതോടൊപ്പം തന്നെ അടിയൊഴുക്കാണ്. യെസ് ഷഫീഖ്, എന്തായാലും ആ അടിയൊഴുക്ക്, പുഴയിലെ അടിയൊഴുക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല അടുത്ത 3 ദിവസത്തേക്ക് കൂടെ ഉത്തര കന്നഡയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് രക്ഷാദൗത്യം എത്രത്തോളം പുരോഗമിക്കുമെന്നറിയില്ല. പക്ഷേ നാളെയും മറ്റന്നാളും ഇത് തന്നെയാണ് സ്ഥിതിയെങ്കിൽ ഈ അതികഠിനമായ വെല്ലുവിളികൾ ഈ രക്ഷാദൗത്യ സംഘം നേരിടേണ്ടതായ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമല്ലേ? തീർച്ചയായും ഈ അടിയൊഴുക്ക് കുറയാതെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴുള്ള അടിയൊഴുക്കിന്റെ വേഗതയുടെ 4/1 അത് ചുരുങ്ങി വന്നാൽ മാത്രമേ, കുറഞ്ഞു വന്നാൽ മാത്രമേ അവിടെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ മുങ്ങി പരിശോധന നടത്താൻ കഴിയൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തി, ലോറി കരികിലെത്തി, അതിന്റെ സാഹചര്യങ്ങൾ വിലയിരുത്തി, അതിന്റെ ഘടന മനസ്സിലാക്കി, അതിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരത വരുത്തിയതിനു ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാവൂ. ആ ലോറി അവിടെ നിന്ന് ഉയർത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ ാണോ എന്നത് മനസ്സിലാവണമെങ്കിൽ ഈ മുങ്ങൽ വിദഗ്ധർ ആ ലോറിയുടെ അരികിലെത്തണം. പക്ഷേ മുങ്ങൽ വിദഗ്ധർക്ക് ലോറിയുടെ അടുത്തെത്താനാവുന്നില്ല എന്ന് മാത്രമല്ല, ഈ പുഴയിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത അത്രമേൽ അടിയൊഴുക്ക് ശക്തമാണ്. അതിന്റെ ഗതിയും വേഗതയുമൊക്കെ ഇന്നലെ നാവികസേന പരിശോധിച്ചിരുന്നു. അപ്പോഴാണ് അത് സാധാരണ മുങ്ങാൻ ഉപയോഗിക്കുന്ന പരമാവധി വേഗതയുടെ 4 മടങ്ങോളമാണ് ഈ പുഴയിൽ അനുഭവപ്പെടുന്നത്. അതിന്റെ ഒരു പ്രത്യേകത, ഇത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ആ മലമേഖലകളിലൊക്കെയും അതിശക്തമായ മഴ തുടരുന്നുണ്ട്. അവിടെ പെയ്യുന്ന മഴ പൂർണ്ണമായും ഈ നദിയിലേക്കാണ് എത്തുന്നത്. അതാണ് ഇത്രയധികം നീരൊഴുക്ക് ഈ നദിയിലുണ്ടാവുന്നത്. കുത്തിയൊലിക്കുന്ന, കലങ്ങി മറിഞ്ഞ ഈ നദിയാണ്. അടിയൊഴുക്ക് അതിശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാവികസേനയുടെ മുങ്ങൽ സംഘത്തിന് കൂടുതൽ ഇറങ്ങി പരിശോധിക്കാനുള്ള തടസ്സമുണ്ട്. അതാണ് ഇതിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇനി 2 ദിവസം, ഇന്നും 2 ദിവസം, 3 ദിവസം ഇതിന്റെ
ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഇവിടെയുള്ളത്. ആ മഴ മുന്നറിയിപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ അടിയൊഴുക്ക് കുറയാനുള്ള സാധ്യതയില്ല. മലമേഖലകളിൽ മഴ ശക്തമാവുന്നതോടുകൂടി തന്നെ അടിയൊഴുക്ക് കൂടുകയാണ്. ആ ഒരു ഘട്ടത്തിൽ എങ്ങനെ മുങ്ങിപ്പരിശോധന നടത്തും എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ആ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത്. കരഭാഗത്ത് വലിയ യന്ത്രക്കൈയുള്ള മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരഭാഗത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പുരോഗമിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ലോറിയുള്ള സ്ഥലം വരെ എത്താൻ കഴിഞ്ഞാൽ പോലും അവിടെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങിപ്പരിശോധന നടത്തി അതിന്റെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോറി ഉയർത്തുക എന്നത് പോലും അസാധ്യമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത സ്ഥിരീകരണം ഉണ്ടാവണം. അതും മുങ്ങൽ വിദഗ്ധർ അവിടെ മുങ്ങി പരിശോധിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അതും ഈ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് സാധ്യമാവുന്നില്ല. എന്നാൽ ഇന്നലെ ഇന്ദ്രപാൽ സൂചിപ്പിച്ചത് ഇത് ലോറി താഴ്ഭാഗത്തേക്ക് പോവാനുള്ള സാധ്യതയില്ല എന്നാണ്. ഇനി താഴ്ഭാഗത്തേക്ക് അത് പോവാൻ സാധ്യതയില്ല, അവിടെ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് എന്ന കാര്യവും കൂടി ഇന്നലെ ഇന്ദ്രപാൽ സൂചിപ്പിച്ചിരുന്നു.